സോ നമ്മൾ നോക്കാൻ പോകുന്ന എലിപ്സ് എങ്ങനെ ഡ്രോ ചെയ്യുന്നതാണ്. നമുക്കിവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് 6.1 എക്സാമ്പിളാണിത്. അപ്പം ഈ ക്വസ്റ്റിനകത്ത് നിങ്ങളുടെ എലിപ്സിന്റെ മേജർ ആക്സിസ് അതുപോലെ മൈനർ ആക്സിസിന്റെ അളവുകൾ കൊടുത്തിട്ടുണ്ട്. 140 മില്ലിമീറ്റർ ആണ് മേജർ ആക്സിസ് വരിക. അതുപോലെ തന്നെ 90 മില്ലിമീറ്റർ അല്ലെങ്കിൽ 9 സെന്റിമീറ്റർ ആണ് മൈനർ ആക്സിസ് വരിക. ഒരു എലിപ്സ് ഇവിടെ വരയ്ക്കാം. അപ്പം ഇതിൽ ഏറ്റവും വലിയ ആക്സിസ് ആണ് ഇതിന്റെ മേജർ ആക്സിസ്. ഇവിടെ 140 mm വരിക. അതുപോലെ തന്നെ ഇതിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ബൈസെക്ട് ചെയ്യുന്ന ചെറിയ ആക്സിസ്, ഏറ്റവും നീളം കുറഞ്ഞ ആക്സിസിനെയാണ് നമ്മുടെ എലിപ്സിന്റെ മൈനർ ആക്സിസ് എന്ന് പറയുക. അപ്പം മേജർ ആക്സിസും മൈനർ ആക്സിസും തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യുക. അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് റെക്ടാങ്കുലർ മെത്തേഡ് എന്ന് പറയാം. അപ്പൊ ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ എലിപ്സ് നമുക്ക് വരയ്ക്കാം എന്നാണ് ഇതിൽ പറയാൻ പോവുക. അപ്പൊ നമുക്കിവിടെ വേണ്ട ടൂളുകൾ ഒരു സെറ്റ് സ്ക്വയർ, ഒരു സ്കെയില്. ഞാനിപ്പോൾ ഇവിടെ സ്കെയിലിന് പകരമായിട്ട് വേറെ സെറ്റ് സ്ക്വയർ എടുത്തിട്ടുണ്ട്. ഒരു കോമ്പസ്, ഒരു പെൻസില്, പിന്നെ ഒരു ഇറേസർ. ഇത് യൂസ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ്, സ്കെയിൽ എടുത്ത് മേജർ ആക്സിസ് ഇവിടെ 140 മില്ലിമീറ്റർ ആണ്, അതായത് 14 സെന്റിമീറ്റർ. നമ്മൾ മില്ലിമീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? 10 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പം 140നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 14 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ കൺസ്ട്രക്ട് ചെയ്യുക ഹൊറിസോണ്ടലി. ഓക്കെ, അപ്പം നമുക്ക് ഒരു മേജർ ആക്സിസ് നമ്മൾ വരച്ചു. ഇനി അടുത്തത് മൈനർ ആക്സിസ് ആണ് എലിപ്സിന്റെ വരയ്ക്കാനുള്ളത്. അപ്പോൾ ആ മൈനർ ആക്സിസ് ഇതിന് ഈ വരച്ച 140 മില്ലിമീറ്റർ ലെങ്തുള്ള ഈ ലൈന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. ഓക്കെ, നമുക്ക് കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ബൈസെക്ട് ചെയ്യാം. കോമ്പസ് ലൈനിന്റെ ഒരറ്റത്ത് കുത്തുക, എന്നിട്ട് പകുതി കൂടുതൽ ഏകദേശം അളവെടുത്ത് മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുക. സെയിം പ്രൊസീജിയർ, കോമ്പസിലെ അളവ് മാറ്റാണ്ട് തന്നെ അതർ സൈഡിൽ സെൻറ്റർ ആക്കിയിട്ട് താഴെ മുകളിലും വീണ്ടും ആർക്ക് വരയ്ക്കുക. ഈ ആർക്കുകൾ കൂട്ടിമുട്ടുമ്പോൾ നമുക്കിവിടെ 2 പോയിന്റ് കിട്ടും. ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്. ഈ 2 ലൈനെ നമ്മൾ പോയിന്റ്സിനെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിവിടെ തന്നേക്കണം മൈനർ ആക്സിസ് ലെങ്ത് 90 മില്ലിമീറ്റർ ആണ്. അപ്പൊ അതിന്റെ പകുതി 45 മില്ലിമീറ്റർ അല്ലെങ്കിൽ 4.5 സെന്റിമീറ്റർ മുകളിലും താഴെ മാർക്ക് ചെയ്യാം. അപ്പൊ മുകളിൽ ഈ പോയിന്റ് ആണ് വരിക, താഴേക്ക് ഈ 2 പോയിന്റ് ആണ് നമുക്കിവിടെ കിട്ടുക. ഇത്രയും ലെങ്ത് ആണ് 90 മില്ലിമീറ്റർ ആയിട്ട് വരിക മൈനർ ആക്സിസ്. ഇത് മേജർ ആക്സിസ് 140 മില്ലിമീറ്റർ. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ ഈ 4 പോയിന്റുകൾ, പോയിന്റ് 1, 2, 3, 4, ഇതിൽ കൂടെ കടന്നു പോകുന്ന രീതിയിൽ ഒരു റെക്ടാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. അത് നിങ്ങൾ വെറുതെ വരയ്ക്കരുത്, സെറ്റ് സ്ക്വയറും സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് അതിന് തന്നെ നമ്മൾ മേജർ ആക്സിസിന് കോയിൻസൈഡ് ചെയ്ത് സെറ്റ് സ്ക്വയർ വയ്ക്കുക. അതിനുശേഷം സ്കെയിലെടുത്ത് സെറ്റ് സ്ക്വയറിന്റെ ഒരു സ്കെയിൽ ഉറപ്പിച്ച് പിടിക്കുക. എന്നിട്ട് സ്ലൈഡ് ചെയ്തുകൊണ്ട് മൈനർ ആക്സിസിന് എൻഡ് പോയിന്റിൽ കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. സെയിം പ്രൊസീജിയർ തന്നെ. ഇതിന് മേജർ ആക്സിസിന് കോയിൻസൈഡ് ചെയ്തുകൊണ്ട് ഈ സെറ്റ് സ്ക്വയർ പിടിക്കുക, സ്കെയിൽ ഈ സൈഡിൽ ഉറപ്പിച്ച് നിർത്തുക, സെറ്റ് സ്ക്വയർ മുകളിലേക്ക് സ്ലൈഡ് ചെയ്തുകൊണ്ട് മൈനർ ആക്സിസിന്റെ മറ്റേ എൻഡിലൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇനി ഈ വെർട്ടിക്കൽ ലൈന് അല്ലെങ്കിൽ മൈനർ ആക്സിസിന് കോയിൻസൈഡ് ചെയ്തുകൊണ്ട് സെറ്റ് സ്ക്വയർ പിടിക്കുക, സ്കെയിൽ ഈ എൻഡിൽ ഉറപ്പിച്ച് പിടിക്കുക. എന്നിട്ട് മേജർ ആക്സിസിന്റെ ഒരു എൻഡിൽ ഈ പോയിന്റിൽ കൂടെ ലൈൻ വരയ്ക്കുക. സെയിം പ്രൊസീജിയർ ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു റെക്ടാങ്കിൾ കിട്ടി.
ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ റെക്റ്റാങ്കിളിലെ എത്ര ലെങ്ത് ഇതിനെ ഈക്വൽ നമ്പറോ ഒരു 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം, ഈക്വൽ ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ ഇത്ര ലെങ്ത് ഇതിനെയും 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 4 പകരം നമുക്ക് 5 6 എത്ര ആണെങ്കിലും ഡിവൈഡ് ചെയ്യാം. അപ്പം കൂടുതൽ ആക്യുറസി ആയിരിക്കും ഡ്രോ ചെയ്യാം. പക്ഷെ നമ്മളിവിടെ എക്സാമ്പിൾ 4 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുക. അപ്പം ഇത് ഈക്വലി ഈ ലൈൻ ഈക്വലി 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്സാണ് പറയാൻ പോകുന്നത്. ഏതെങ്കിലും ഒരു കോൺട്രർ, ഈ ഒരു കോൺട്രർ എടുക്കുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, അതിൻ്റെ ലെങ്തും ഈ ആംഗിളും ആർബിട്രറി ആയിട്ട് എടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. അതിനുശേഷം കോമ്പസ് എടുത്ത് കോമ്പസിൽ ചെറിയൊരു ഡിസ്റ്റൻസ് എടുക്കുക. എന്നിട്ട് ഈ എഡ്ജ് കോമ്പസ് കുത്തി ഒരു ആർക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ആർക്കിൻ്റെ ആ ആർക്കിൽ വീണ്ടും സെൻറ്റർ കൂട്ടി അടുത്ത ആർക്ക് മാർക്ക് ചെയ്യുക. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ 1 2 3 4 ഇങ്ങനെ 4 ഈക്വലി ഡിസ്റ്റൻസ് ആയ പാർട്ടുകൾ കിട്ടിയിട്ട് ഇനി നമ്മൾ അവസാനത്തെ ആർക്ക് ജോയിൻ ചെയ്ത ആ പോയിന്റ് ഈ ഒരു പോയിന്റ് തമ്മിൽ ബന്ധിപ്പിക്കുക. അടുത്ത സ്റ്റെപ്പ് നമ്മൾ സെറ്റ് സ്ക്വയറും സ്കെയിലും എടുത്തിട്ട് ഈ ഒരു ലൈന് പാരലായിട്ട് ഈ എല്ലാ പോയിന്റുകളുടെയും പാസ് ചെയ്യുന്ന ലൈനുകൾ ഈ ലൈനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനെ നമ്മൾ 4 ആയിട്ട് ഈക്വലി ഡിവൈഡ് ചെയ്തു. 1 2 3 4. നമുക്ക് വേണമെങ്കിൽ പേരും കൂടെ കൊടുക്കാം. 1 ഡാഷ് 2 ഡാഷ് 3 ഡാഷ് 4 ഡാഷ്. അപ്പോൾ ഈ പോയിന്റ് 1 2 3 4 ആയിട്ട് വരും. ഇനി അടുത്ത ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് ഇതിനെ ഈ പറഞ്ഞ പോലെ തന്നെ ഈക്വലി ഡിവൈഡ് ചെയ്യണം. അതിനുവേണ്ടി ഒരു എഡ്ജ് കൺസിഡർ ചെയ്യാം, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. എന്നിട്ട് വീണ്ടും കോമ്പസ് എടുത്ത് ഇതിനെ 4 ആയിട്ട് കട്ട് ചെയ്യുക. 1 2 3 4. എൻഡ് പോയിന്റും ഈ ലൈനിന്റെ എൻഡ് പോയിന്റും തമ്മിൽ കണക്ട് ചെയ്യുക. സെറ്റ് സ്ക്വയർ എടുക്കുക. ഈ പോയിന്റ്സ് എല്ലാം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ലൈനിലേക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് 1 ഡാഷ് 2 ഡാഷ് 3 ഡാഷ് 4 ഡാഷ് കൊടുത്താൽ ഇവിടെ 1 2 3 4. അപ്പം ഇത്രയും കിട്ടി. ഇനി ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ്. ഓക്കെ, അതിനിടയ്ക്ക് ഫോൺ ഓഫായി പോയി. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോയിന്റ് എടുക്കുക. ഈ പോയിന്റിലേക്ക് ഈ 1 2 3 ഈ എല്ലാ പോയിന്റിലേക്കും സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഇത്രയും സ്ട്രെയിറ്റ് ലൈൻസ് നമ്മൾ വരച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് ഈ ഒരു പോയിന്റ് എടുക്കുക. അതിൽ നിന്ന് ഈ 1 എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടി ഈ ഒരു ലൈനിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് കണക്ട് ചെയ്യുക. ഈ 2 എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടി ഈ സെക്കൻഡ് ലൈനിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് കണക്ട് ചെയ്യുക. ഈ 3 എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടി ഈ മൂന്നാമത്തെ ലൈനിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 1 2 3 ഈ 3 പോയിന്റ്സുകൾ കിട്ടും. അപ്പം ഈ പോയിന്റ്സുകൾ ജോയിൻ ചെയ്ത് നമുക്ക് എലിപ്സ് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ എലിപ്സ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഡോട്ടർ ലൈൻ ഇട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ പോയിന്റ്സും തമ്മിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം ഫ്രീ ഹാൻഡായിട്ട് ഒരു സ്മൂത്ത് ആയിട്ടുള്ള കർവ് വരയ്ക്കാം. അപ്പം നമ്മൾ ഈ ഒരു പോർഷനിൽ
എലിപ്സ് കംപ്ലീറ്റ് ആക്കി. ഇനി ഇത് അടുത്ത 1, 2, 3 ഈ ഒരു 3 കോളത്തിലേക്ക് ഇത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്. നമ്മൾ സെറ്റ് സ്ക്വയർ എടുക്കുക, മേജർ ആക്സിസിന് പാരലായിട്ട് പിടിക്കുക, എന്നിട്ട് സ്ലൈഡ് ചെയ്ത് ഈ ഒരു ആദ്യത്തെ പോയിന്റ് അതിൽ കൂടി ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക. അതുപോലെ രണ്ടാമത്തെ പോയിന്റിൽ കൂടി ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുക. തേർഡ് പോയിന്റിൽ കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം കോമ്പസ് എടുത്ത് ഈ ഒരു ഡിസ്റ്റൻസ് ഇത് കോമ്പസിൽ എടുക്കുക. എന്നിട്ട് അത് ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഇപ്പുറത്തെ കോളത്തിലേക്ക്. ആ പ്രോസസ്സ് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. ഈ സെക്കൻഡ് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക, അത് ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇവിടെ അത് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 3 പോയിന്റ്സുകൾ കിട്ടും. അപ്പം എലിപ്സിന്റെ ഈ ഒരു പോർഷൻ കൂടെ ആദ്യം ഡോട്ടഡ് ലൈൻ ഇട്ട് വരയ്ക്കുക. പിന്നെ അത് ഫ്രീ ഹാൻഡ് ആയിട്ട് ജോയിൻ ചെയ്യാം. ഇനി ഈ 2 പോർഷനിലാണ് സെയിം മെത്തേഡ് തന്നെ നിങ്ങൾ സ്ക്വയറും സ്ക്വയറും വെച്ച് വെർട്ടിക്കലായിട്ട് ലൈൻ താഴോട്ട് വരയ്ക്കുക. എന്നിട്ട് വീണ്ടും കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ നിന്ന് ഇത്രയും ദൂരം അളന്നിട്ട് അത് താഴേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇതടക്കുക, താഴേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് താഴത്തെ ഒരു കോളത്തിൽ 3 പോയിന്റ്സുകൾ കിട്ടും. അപ്പം അത് വീണ്ടും ആദ്യം ഒരു ഡോട്ടഡ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യുക. അതിനുശേഷം ഫ്രീ ഹാൻഡ് ആയിട്ട് എലിപ്സിന്റെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഈ ഒരു പോർഷനിലേക്കാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സെയിം മെത്തേഡ് തന്നെ. ഇത് ഇങ്ങനെയാണ് നമ്മൾ എലിപ്സ് റെക്ടാങ്കുലർ മെത്തേഡ് ഉപയോഗിച്ച് വരയ്ക്കുക. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ ഒരു ഡയമെൻഷൻ കൂടെ ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ എലിപ്സ് റെക്ടാങ്കുലർ മെത്തേഡിൽ ഡ്രോ ചെയ്യുക. നമ്മളൊരിക്കലും പാൻ ഉപയോഗിച്ച് വരയ്ക്കരുത് എക്സാമിന്.